ഹായ് ഫ്രണ്ട്സ്, ചോയ്സ് ബസ്സുള്ള പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ നിന്ന് വാള അടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മൾ നേരത്തെ വന്ന് കുറേ വാള പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സ്ഥിരം വരുന്ന പ്ലേസ് തന്നെയാണിത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നാടൻ വാള പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അതെ, തെങ്ങിൻ്റെ മുട്ടയാണ്. അവിടെ തെങ്ങിൻ്റെ മണ്ടയിൽ കുടം വെച്ചിരിക്കുന്ന കലം നോക്കി, കലം വെച്ചിരിക്കുന്നുണ്ട്. അടിക്കുന്നത് എറിയുന്നെടുത്താണോ? എറിയുന്നെടുത്താണോ? നമുക്കിവിടെ ഒത്തിരി വാള കിടന്ന് മറിയുന്നത് കാണാം. നാടൻ വാള കിടന്ന് മേളി വന്ന് വളഞ്ഞ് മറിഞ്ഞു പോകുന്ന നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന പോലെ കലക്കലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അടി കിട്ടാത്തത്. നല്ല തെളിഞ്ഞ സമയത്തൊക്കെ വന്ന് നമ്മൾ ചൂണ്ടടിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 3-6 വീതം കിട്ടിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തെളിവുള്ള സമയത്താണ്, നല്ല വെയിലും ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ കായലിൽ നിന്ന് കയറി വരുന്നത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയ കായലാണ്. അവിടെ നിന്ന് കയറി വരുന്നതാണ് ഈ വാളയല്ല. വളയിന്ന് കിട്ടാൻ എനിക്ക് ആ വീഡിയോ നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് വാള കിട്ടുന്ന സ്ഥലമാണ്. നാടൻ വാളയും കൂരുവാളയൊക്കെ കിട്ടുന്നതുണ്ട്. നമ്മൾ നേരം ട്രൈ ചെയ്യുന്നതാണ് കിട്ടുന്നത്. നമുക്ക് ഒരിടയ്ക്ക് ഒരു മാസത്തിൽ 10-35 എണ്ണം കിട്ടിയ വരെ സമയം ഉണ്ടായിരുന്നത്. ഇപ്പം അത്രയില്ല, കാരണം വെള്ളം കലക്കലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. നമുക്കൊരു മീൻ കിട്ടിയിരിക്കുകയാണ്. ഹുക്ക് നല്ല ഹുക്കാണ്. അപ്പം നമുക്കൊരു അടിപൊളി വാള കിട്ടിയിരിക്കുകയാണ്. ഏകദേശം 1 കിലോയ്ക്ക് മേലെ തൂക്കമുള്ള ഒരു നല്ല അടിപൊളി വാളയാണ്. അപ്പം നല്ല സൈസ് ആയിട്ട് നോക്കി, നല്ല സെറ്റ് വാള, നാടൻ വാള കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതാണ് കിട്ടിയ മീൻ. ഏകദേശം നമുക്ക് 1 കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ടത്. നല്ല അടിപൊളി മീനാണ്. നല്ല കാണാൻ നല്ല അഴകുള്ള നല്ല രസമാണ്. ഒരു വായൊക്കെ കണ്ടോ, വായൊക്കെ നല്ല നോക്കി നമ്മുടെ കൈ ഇറങ്ങിപ്പോകുന്ന മോഡൽ വാ. അപ്പം നമുക്ക് വീണ്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇനി മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു മീനെ കിട്ടിയുള്ളൂ കണ്ടോ. അപ്പോൾ ഇത് വലിപ്പം നോക്കി, ഇവൻ്റെ നമ്മുടെ ചെറുക്കാപ്പിയുടെ അത്രയും പൊക്കമുണ്ട്. ഇവന് പാതിക്ക് മേളിലുണ്ട് കണ്ടോ. നല്ല അടിപൊളി മീനാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ഗുഡ് ബൈ.